mpvlogzന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ആമസോണിൽ മേടിച്ചാണ് കേട്ടോ. ഇതാണ് ഹാൻഡിൽ, അതായത് യൂണിവേഴ്സൽ ഹാൻഡിൽ ഗ്രിപ്പ് എൻഡ് റൗണ്ട് സൈഡ് മിറർ. അതായത് ഇതിപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇത് ഈ എൻഡിലാണ് കേട്ടോ ഉണ്ടാവുക. ഈ എൻഡിൽ ഈ രണ്ട് എൻഡിലുമായിട്ട് ചെറിയ തരത്തിലുള്ള മിററാണിതാ ഈ കണ്ടില്ലേ, ഈ കാണുന്ന മാതിരി. ഏകദേശം 399 അതിൻ്റെ റേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് കാണുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പം ബുള്ളറ്റ് ക്ലാസിക്, സ്റ്റാൻഡേർഡ്, തണ്ടർബേർഡ്, ഇലക്ട്ര, കോണ്ടിനെൻ്റൽ GT, ഇൻ്റർസെപ്റ്റർ ഇതിനൊക്കെ പറ്റും കേട്ടോ. ഈ നോർമലി നമ്മുടെ ബുള്ളറ്റിന് സാധാരണ മിറർ ഇങ്ങനത്തെ മിററായിരിക്കും ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കിൻ്റെ കാര്യം അറിയാമല്ലോ, ക്ലാസിക് ഉള്ളവർക്ക്. ഇതെന്ന് വെച്ചാൽ നല്ല വൈബ്രേഷനാണ്. ക്ലാസിക് വണ്ടി പൊതുവേ നല്ല വൈബ്രേഷനാണ്. അതപ്പോൾ ഈ ഹാൻഡിലൊക്കെ നല്ല ജെർക്കി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിലുള്ള ഇതൊക്കെ ഭയങ്കര ജെർക്കിങ് ആയിട്ട് തോന്നും, ഇങ്ങനെ വിറച്ച് കളിക്കും. അതിപ്പം ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ രണ്ട് മിററില്ലേ നേരത്തെ കണ്ടേ, ഈറ്റ മിറർ ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അതപ്പോൾ ഏകദേശം വൈബ്രേഷനൊക്കെ കുറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം വെച്ചാൽ മിറർ അത്യാവശ്യമാണ് ഒരു വണ്ടിയിൽ. അതപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടുള്ള മിറർ വെച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ, അന്നപ്പം ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പാക്കിങ്. നമ്മൾ കട്ട് ചെയ്യാണ് ഗൈസ്. ഇത് ഒട്ടിക്കാം. ഇതാണ് സംഭവം. ഓക്കെ, വലിയൊരു എന്താ പറയുക, നല്ലൊരു ഇതൊന്നും ആയിരിക്കില്ല, പ്ലാസ്റ്റിക് ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. ചെറിയൊരു ലെവൽ, കുഴപ്പമില്ല അല്ലേ. നല്ല ഒരു ഇതൊക്കെയാണ്. ഇതൊക്കെ അത്യാവശ്യം ഫൈബറാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ക്വാളിറ്റി. 399 ഉറുപ്പ്യാണല്ലോ അതിൻ്റെ വില. ഓക്കെ, അന്നപ്പം ഇതിങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും. ഇത് ഇവിടെ ചിലപ്പം ഒഴിവാക്കേണ്ടി വരും. ഈ സംഭവം ഈ രണ്ട് സൈഡിലുള്ള ഈ മെറ്റലിൻ്റെ ഇത് ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ഇതൊക്കെ ഉണ്ട്. ഈ എൻഡിലാണ് ഉണ്ടാവുക. ചില ആൾ ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യുന്നത് കാണാം. ആ ടൈപ്പാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും വൈബ്രേഷനൊക്കെ കുറയുന്നത് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു ബോളാണ്. നമ്മൾ കഴിഞ്ഞ മൊബൈൽ ഹോൾഡറിൻ്റെ ഇത് കണ്ടില്ലായിരുന്നോ, അത് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതേമാതിരി സംഭവം. അത് കാണാത്തവർക്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് കാണാം. നമ്മളെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണത്. ഇത് രണ്ടാമത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ മുന്നേ വിചാരിച്ചായിരുന്നു കേട്ടോ വാങ്ങണം എന്നുള്ളത്. ഇപ്പോഴാണ് ഇതിനുള്ള സാഹചര്യത്തിൽ വന്നേ, എന്നപ്പം വാങ്ങിയത്. ഓക്കെ, നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇനി. ഓക്കെ, ഏതായാലും 399 ആ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അത്ര ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇതൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. ഇതൊക്കെ മെറ്റലിൻ്റെ സംഭവമാണ്, ഫൈബറാണ്. എന്തായാലും അത്യാവശ്യം 399 മുതലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഫിറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ട് സൈഡിലുണ്ടല്ലോ, ഈ ഹാൻഡിലിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ഒരു നല്ല വെയിറ്റുള്ള സംഭവം കേട്ടോ ഇത്. ഈ രണ്ട് സൈഡിലുള്ള ഈ സംഭവം എടുക്കണം. അതിനുള്ള എല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് മിസ്സിങ് ആണ് ഈ എല്ലെങ്കിയിൽ. അപ്പോൾ ഞാൻ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ പോയിട്ട് അത് അഴിപ്പിച്ചാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് അഴിക്കുന്നത്. അഴിച്ചപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാം. അവൻ പറഞ്ഞു കേട്ടോ, അവനോടൊന്ന് പറഞ്ഞു, കാരണം വെച്ചത് നല്ല വെയിറ്റിൻ്റെ ഇതാണ്. ഹാൻഡിൽ നല്ല സ്റ്റേബിളായി നിൽക്കാനുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ കയ്യിലേക്ക് എടുത്തപ്പോൾ കേട്ടോ ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇതുവരെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. സംഭവം ഈ വെയിറ്റ് പോയാൽ തന്നെ ശരിക്കും വൈബ്രേഷൻ കൂടുക ചെയ്യുക. അവൻ പറഞ്ഞു ശരിക്കും ഈ രണ്ട് ഇത് ബാലൻസിങ്, ഹാൻഡിൽ ബാലൻസിങ്ങുള്ള സംഭവം അത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് അഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള അവസ്ഥയെന്ന് അറിയില്ല.
നല്ല വെയിറ്റാണ് രണ്ടും. എന്തായാലും നല്ല അടിപൊളി സംഭവമാണിത്. എന്താ പ്രശ്നം വെച്ചാൽ ഇത് നമ്മൾ പഴിച്ച് വെച്ചിട്ടിപ്പം ഈ തീരെ വെയിറ്റ് ഇല്ലാത്ത സംഭവമാണ് ഇത് ഫിറ്റ് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓടിച്ചിട്ട് നോക്കാം കേട്ടോ. വൈബ്രേഷൻ കൂടുതലുണ്ടോ, ആദ്യത്തിനെക്കാട്ടും കൂടുതലാണോ എന്നൊക്കെ. ഓക്കെ, ഇതാദ്യം എങ്ങനെയാണ് ഉണ്ടാവുക, അത് ഈ റബ്ബറിൻ്റെ ഇത് ഇങ്ങോട്ട് അഴിച്ചിട്ട് ഈ നെറ്റ് ഒഴിക്കുക. എന്നിട്ട് ഇതില്ലേ ഇതിനുള്ളിൽ ഞാൻ മറ്റേ മിറർ അയച്ചു കേട്ടോ. ഇവിടെയുള്ള മിറർ ഞാൻ അയച്ചു, അവിടെ വെച്ചിട്ടുണ്ട്. അലൻ കീ വെച്ചിട്ടാണ് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു സംഭവത്തിനുള്ളത് അത് ഇത് കറക്റ്റ് സംഭവം. തീരെ വെയിറ്റില്ലാത്തൊരു സംഭവം കേട്ടോ ഇത്. ചെറിയ പ്ലാസ്റ്റിക് അല്ലേ, അധികം ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ആണല്ലോ. ഇത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ മറ്റേത് ഹാൻഡിലിനൊക്കെ ഒരു സേഫായിരുന്നു. ഈ സംഭവം കാരണം വെച്ചാൽ വീണാലൊക്കെ അതിൻ്റെ മുകളിൽ താങ്ങിക്കോളും. വണ്ടിക്ക് ഒരു കാര്യമായിരുന്നു. ഇതിപ്പം വീണ് കഴിഞ്ഞാൽ അത് എന്തായാലും പൊട്ടുന്നുള്ള 100% ഉറപ്പാണ്. അത്രയും ക്വാളിറ്റി ഉള്ളത്. ടൈറ്റായിട്ടുണ്ട്. ഇതിന് ത്രെഡ് പോയി തോന്നുന്നല്ലോ. ഓക്കെ സാധനം. ഇനി അടുത്തെടുക്കാം. അടുത്ത നെട്ടഴിക്കുക. സിമ്പിളാണ് പരിപാടി കേട്ടോ. ഈ ട്രയംഫിനും മറ്റേതിനൊക്കെ ഹാർലി ഡേവിഡ്സനൊക്കെ നല്ല മെറ്റലിൻ്റെ അടിപൊളി സംഭവം വെയിറ്റ് ആയിരിക്കും കേട്ടോ വരുന്നുണ്ടാവും. അതിന് വെയിറ്റ് വന്നാൽ ഓക്കെ, പക്ഷെ ഇത് 399 രൂപയ്ക്ക് നമുക്ക് അങ്ങനെയൊന്നും തരാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു പരീക്ഷണം. കുറേ കാലമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും ടെസ്റ്റിംഗ് അല്ലേ. ഓക്കെ, എന്നപ്പം ഇങ്ങനെയൊക്കെയാണ്. അലൻ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം അഴിക്കുക, സിമ്പിളായിട്ട് അങ്ങോട്ട് കയറ്റി വെക്കുക, അലൻ കീ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്, നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. ഇത് ചിലപ്പം കുറേ എനിക്ക് തോന്നുന്നു ഞാൻ ആമസോണിൽ തന്നെ കുറേ ക്വാളിറ്റിയുള്ള സംഭവം കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തതാണ് എന്തായാലും. എന്നപ്പം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം. റൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വൈബ്രേഷൻ ഉണ്ടോ, ആദ്യത്തിനെക്കാട്ടും റെഡ്യൂസ് ആയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇപ്പം വരാം. ഓക്കെ, ഇത് നേരെ അത്യാവശ്യം നല്ല വെയിറ്റ്. ഇതിനും വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നല്ല മെറ്റലിൻ്റെ നല്ലതാണല്ലോ, അത്യാവശ്യം നല്ല വെയിറ്റുള്ള സംഭവം. എന്നപ്പോൾ ഇതിൻ്റെ വെയിറ്റും ഈ സംഭവത്തിൻ്റെ വെയിറ്റും ഒക്കെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ഇതൊക്കെ എടുത്തിട്ട് ഒരാളെ തലക്കെന്ന് എറിഞ്ഞാൽ ആൾ വടിയായി പോട്ടോ. അത്രയും വെയിറ്റ് ഉണ്ട് സംഭവം. ഇത് പിന്നെ കുറേ ഇങ്ങനെ നമ്മൾ വീഴുന്ന ഇതൊക്കെ ഇത് താങ്ങിക്കോളും ഈ ഹാൻഡിലിൻ്റെ. ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ശരിക്കും പൊട്ടിപ്പോയത്. അങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ലേ, വണ്ടിക്കൊരു സേഫും ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പം നമുക്ക് ഓടിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, അത് കുറച്ചും കൂടി ഹാൻഡിലിന് കുറച്ചും കൂടി വൈഡായിട്ടും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാലും വണ്ടി മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ക്രാഷ് കാർഡ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അത് ഇത്തിരി ഒന്ന് തട്ടിയാൽ പൊട്ടിപ്പോകും കേട്ടോ. അത്രയും ക്വാളിറ്റി ഉള്ളൂ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഓക്കെ, നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം. സംഭവം കേട്ടോ, നല്ലൊരു ബാക്കിലൊക്കെ നല്ല വ്യൂ കേട്ടോ. നല്ല ബാക്ക് സൈഡിൽ ആ മുതലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഈ മിററില്ലാതെ പോകാൻ നല്ലൊരു രസമുള്ള സംഭവമാണ്. പക്ഷേ പോലീസ് പിടിച്ചാൽ അത്ര രസമാവില്ല. അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ. അടിപൊളി സംഭവം കേട്ടോ. ഒരു സുഖമുണ്ട്, ഹാൻഡിൽ ചെയ്യാനൊരു പ്രത്യേക സുഖമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. കാരണം മൊത്തം ഹാൻഡിൽ ആ ബ്ലാക്ക് വരുന്നതിനെ കൊണ്ട് ആ ബ്ലാക്കുള്ള സമയത്ത് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലേ, അടിപൊളി ലുക്കാണ് സംഭവം. അപ്പം നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം.
വൈബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. മെല്ലെ പോയി. ബാക്കിലുള്ള വണ്ടിയൊക്കെ നന്നായി. മറ്റേ മിററിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഒന്നും കൂടി കാഴ്ച ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചെന്നാൽ ഈ മിറർ ചെറുതാവുന്ന സമയത്ത് കാഴ്ച കുറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല കേട്ടോ, നന്നായി കാണുന്നുണ്ട്. ഒരു ഹാൻഡിൽ ചെയ്യാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ വണ്ടി. നല്ല സുഖമുണ്ട്. ഒരു പ്രത്യേക ഒരു ഫീല് വണ്ടി ഓടിക്കാൻ. കുറച്ച് നമുക്ക് ഓടിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. എന്തായാലും മറ്റേ നോർമൽ, അതായത് വണ്ടീൻ്റെ സ്റ്റോക്ക് മിററിനെക്കാട്ടും എനിക്ക് ഇഷ്ടമായിട്ടോ അത്. അടിപൊളി സംഭവമാണ്. നല്ല വിസിബിളുണ്ട്, കാണാൻ നല്ല അത്യാവശ്യം നല്ല വിസിബിളാണ്. പൊളിയാട്ടോ അത്. ഇതിൻ്റെ ക്വാളിറ്റി ഉള്ള എടുക്കണം. ഇനി ക്വാളിറ്റി ഉള്ളത് എന്തായാലും നോക്കിയെടുക്കണം. കാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അടിപൊളി സംഭവം കേട്ടോ. മറ്റേ മിററിനേക്കാൾ അടിപൊളി സംഭവമാണ്. എനിക്കിഷ്ടമായി. എന്തായാലും ആ രണ്ട് വെയിറ്റും ആ മിററിൻ്റെ വെയിറ്റും പോയി. എന്നിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുന്നത്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേൻ്റെ അത്ര വൈബ്രേഷൻ എനിക്ക് തോന്നുന്നില്ല. നല്ല ബാക്കോട്ട് നല്ല കാഴ്ച. കുറേ ബാക്കോട്ട് നമുക്ക് നല്ല കാഴ്ച മറ്റേനേക്കാട്ടും കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അടിപൊളി സംഭവം കേട്ടോ. എനിക്കിഷ്ടമായി. 399 മുതലുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വീഴോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. പൊട്ടുന്നുള്ളത് 101% ഉറപ്പാണ്. വിചാരിച്ചാൽ മറ്റേ ഇതിനായിരുന്നല്ലോ താങ്ങുക വീഴുന്ന സമയത്തൊക്കെ. ഇതിപ്പോൾ നേരെ വന്നിട്ട് ഈ മിററിന് ഇതാകും. കുഴപ്പമില്ലാത്ത ഇതാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അടിപൊളി സംഭവമാണ്. കുറച്ച് ഓടിച്ച് നോക്കാം. ഓടിക്കാൻ നമുക്ക് പ്രത്യേക ഫീൽ കിട്ടും. ഇപ്പം നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു പ്രത്യേക സുഖം. ഞാൻ ട്രയംഫ്, ഹാർലി ഡേവിഡ്സൺ ഇതിലൊക്കെയാണ് കേട്ടോ ഇത് കണ്ടത്. ഇത് വെച്ച് പോകുന്ന ടീമും ഉണ്ട് കേട്ടോ, നമ്മളെ ബുള്ളറ്റിലായാലും. അപ്പം ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി ഫീലാണ്. എന്തായാലും എനിക്കിഷ്ടമായി. രണ്ട് കാഴ്ച അതാ ഇവിടുന്ന് നോക്കിയാണ്, ഇവിടുന്ന് കറക്റ്റാണ്. രണ്ടും നല്ല കാഴ്ചയാണ് തരുന്നത്. ഓക്കെ, എന്തായാലും പൊളി വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി. ഇനി നമുക്ക് ഗട്ടറുള്ള, അതായത് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ളതിലൂടെ പോയി നോക്കാം എങ്ങനെയുണ്ട്. ഇത് എന്താണെന്നറിയോ, മറ്റേത് നമ്മളെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇത് ഇത്ര വരുമല്ലോ മറ്റേ മിറർ, ഇതിപ്പോൾ താഴ്ന്നുണ്ടാവും. പക്ഷേ ഈ ഞാൻ വിചാരിച്ചാൽ നന്നായി താഴ്ന്ന് നോക്കണം എന്നാണ്. പക്ഷേ വേണ്ട കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ മുകളിലാവുന്നതിനുള്ള ആ ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത്തിരി കുറേ കൂടുതലുണ്ടല്ലോ അതിൻ്റെ ആ മിററിൻ്റെ ഇത്, അതിനെക്കൊണ്ടാണ് വൈബ്രേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയ സംഭവം തന്നെയാണ് എന്തായാലും. നമ്മളിപ്പം അത്യാവശ്യം ഗട്ടറുള്ളതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്പീഡിൽ നോക്കിയോ,
നമുക്ക് ബാക്കിലുള്ള വണ്ടി ഏതാണെന്നുള്ളത് കണ്ടാൽ മതിയല്ലോ. നമുക്ക് അതിനാണല്ലോ നമ്മൾ മിറർ ഉപയോഗിക്കുന്നത്. ₹399 മുതൽ വെക്കും. ഇതൊക്കെ ധാരാളം. എന്തായാലും നന്നാവില്ല, ഇഷ്ടമാവും കേട്ടോ. എന്തായാലും ഉറപ്പാണ്, 100% ഉറപ്പാണ് ഇത് ഇഷ്ടമാവുന്നുള്ളത്. ഉറക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പോൾ നമ്മളിപ്പം മോശമുള്ള റോഡിന് ഓടിച്ചു, നല്ല റോഡിന് ഓടിച്ചു. അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഗൈസ്, എന്താ നിങ്ങൾ കണ്ടിട്ട് എന്താ ഗൈസ് അഭിപ്രായം? ഇത് ഫിറ്റ് ചെയ്തില്ല, അതുപോലെ ഇനി ഫിറ്റ് ചെയ്യാൻ പോകാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കൊന്നും നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്കൊന്ന് മറ്റേനെക്കാട്ടും കാഴ്ച കൂടുതൽ അതിരുന്ന് എനിക്ക് കിട്ടാം. ഓടിക്കാനൊരു കോൺഫിഡൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നെറ്റ് ഇത് അഴിച്ചത് അല്ലെങ്കിൽ അത് വിടുന്ന കേട്ടോ, ഈ ഷോപ്പിൽ നിന്നാണേ. അവിടെയാണ് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായി ഞാൻ പോവാറ്. എന്തായാലും പൊളി 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 പൊളി. ശരിക്കും ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ഇത്രയും വെയിറ്റുള്ള സാധനങ്ങൾ എടുത്താൽ ശരിക്കും നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത്. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്ര ഞാൻ വിചാരിച്ച മാതിരി അത്ര ബാലൻസിങ് പ്രശ്നമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ആ 2 സാധനം, അതുപോലെ തന്നെ 2 എൻ്റെലുള്ള സംഭവം, അതുപോലെ തന്നെ മിററും പോയി കഴിഞ്ഞാൽ തന്നെ ഈമിൽ നിന്ന് ഒരു വെയിറ്റ് അങ്ങോട്ട് പോയി. ഇത് ഞാൻ കൈ വിട്ടിട്ട് കേട്ടോ പോകണം. അങ്ങനെ അടിപൊളി സംഭവമല്ലേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ബാലൻസിങ് ഒന്നും വ്യത്യാസം തോന്നുന്നൊന്നുമില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് മറ്റേനേക്കാൾ ഇഷ്ടമായി എന്തായാലും. ഞാൻ കാണിച്ചിട്ട് ഇതെന്താണെന്നറിയോ, നമ്മൾ ഇത് ഗൈസ് ഇത് കണ്ടില്ലേ, ഇതാണ് ശരിക്കും ബുള്ളറ്റിൻ്റെ മെയിൻ സംഭവം. വേറെ ഇതാണ്, ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും ഇതുള്ളതിനെ കൊണ്ട് ഇവിടുത്തെ ജെർക്കി ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കളിക്കും കേട്ടോ. ഇത് കുറച്ച് ഈ ലെങ്ത്ത് ഇത്ര ഉള്ളതിനെ കൊണ്ട് ഇവിടെ ഇത്ര ലെങ്ത്ത് വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അവിടെ തന്നെ സീറ്റിംഗായി നിൽക്കുന്നതിനെ കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അടിപൊളി സംഭവം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളൊരാളെ കണ്ടിട്ട്. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.